നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാജീവ് സാറിനെ ആദ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. 6 വർഷം കഴിഞ്ഞില്ലേ ശാലിനി? ഇതുവരെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. ഇത് തന്നെ നോക്ക് രാജീവ് സാറെ, മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതാ ഞാൻ എന്റെ ഭൂതകാലം. എന്നെ വേട്ടയാടാൻ അതിനി പിന്നാലെ വരില്ലെന്നായിരുന്നു വിചാരം. പക്ഷേ അതിനൊരു കഥാപാത്രം കയറി വന്നു, കുറുപ്പ് സർ. അതിന് പിന്നാലെ മറ്റുള്ളവർ കൂടി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കഥയിൽ നിന്നും പോയൊരു കഥാപാത്രം മറ്റൊരു കഥയിൽ ജീവിച്ചു തുടങ്ങിയെങ്കിലും ആ കഥാപാത്രം എങ്ങോട്ട് പോയെന്നറിയാനുള്ളൊരു അവകാശം മറ്റു കഥാപാത്രങ്ങൾക്കും ഇല്ലേ ശാലിനി? അതുപോലെ തന്നെ തിരിച്ചു. രാജീവ് സാറിന് ഇപ്പൊ എന്താ അറിയേണ്ടത്? ശാലിനിയായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ളവരെ ഒക്കെ. എന്നെ പറ്റി ഇപ്പോ ഒരു ഏകദേശ ചിത്രം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഈ മറ്റുള്ളവരാരാണ്? എനിക്കും ശാരിക്കും കോണ്ടാക്ട് ഉള്ളത് ശ്യാമയായിട്ട് മാത്രമാണ്. ശാരദാമ്മ ശാലിനിയുടെ അച്ഛനൊക്കെ എങ്ങോട്ട് പോയെന്നൊരു വിവരവും ഇല്ല. അത് ശ്യാമയ്ക്കും അറിയത്തില്ല. അറിയിക്കാതിരുന്നത് മനഃപൂർവ്വമാണ്. അച്ഛനും അമ്മയും ഒന്നിച്ചുണ്ട്. എവിടെ? അത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സർ. അല്ല, അവരിനി ഒരിക്കലും നാട്ടിലേക്കില്ല? അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും നാട്ടിലേക്ക് എത്തിയ അവരും അവിടെ ഉണ്ടാവും. അതെന്നാണ്? അതെനിക്കും അറിയില്ല. അപ്പോ ശാലിനി ശാരദാമ്മയായിട്ടുള്ളൊരു കോണ്ടാക്ട്? ഫോണിൽ സംസാരിക്കും. നേരിട്ട് കണ്ടിട്ട് 6 വർഷം. അതെന്തു പറ്റി? അതൊരു വ്രതമാണെന്ന് കൂട്ടിക്കോ. കഴിഞ്ഞോ രാജീവ് സാറിന്റെ ചോദ്യങ്ങള്? എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞു ശാലിനി. ഇനി ഒന്നുകൂടെ ഉള്ളൂ. കഥയിൽ നിന്നും പോയ കഥാപാത്രങ്ങളെ പറ്റിയാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. അത് കഴിഞ്ഞും കഥ തുടർന്നു. അതറിയണ്ടേ? കഥാപാത്രത്തിന് അതറിയണ്ടെങ്കിലോ? വിഷ്ണു ലോക്കപ്പിൽ കിടക്കുകയാണെങ്കിലും? If you don't have anything else. മറ്റൊന്നുമില്ല ശാലിനി. എനിക്കൊരു കനേഡിയൻ ട്രിപ്പുണ്ട്. ഒരാഴ്ച കഴിഞ്ഞേ മടങ്ങും. ശാലിനി മറന്നു കളഞ്ഞ ഭൂതകാലത്തിൽ നിന്ന് ഇനിയും കഥാപാത്രങ്ങൾ മടങ്ങി വരാതിരിക്കാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ശ്രദ്ധിച്ചോളാം. ആ, ശാലിനി കുറുപ്പസാനോട് പറഞ്ഞെന്നറിഞ്ഞു കഥാപാത്രങ്ങൾ മാറുമ്പോ കഥയും മാറുമെന്ന്. എല്ലാവരുടെയും കഥ തീരുമാനിക്കുന്നത് ദൈവമല്ല ശാലിനി. ചില കഥകൾ എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കുന്നത് മടങ്ങി വരുന്ന കഥാപാത്രങ്ങളൂടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.